നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ കേരളത്തെ ഞെട്ടിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയ സംവിധായകനായിരുന്നു അന്തരിച്ച ബാലചന്ദ്രകുമാർ. ദിലീപ് കേസിലെ വെളിപ്പെടുത്തലിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. ഏറെ നാളായി ചികിത്സയിലായിരുന്നു. വൃക്കരോഗബാധിതനായി തിരുവല്ലയിലെ KM ചെറിയാൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. നേരത്തെ ബാലചന്ദ്രകുമാറിന്റെ ചികിത്സാ ചെലവിലേക്ക് സഹായം തേടി കുടുംബവും സുഹൃത്തുക്കളും മുന്നോട്ട് വന്നിരുന്നു. 2 വൃക്കകൾക്കും രോഗം ബാധിച്ച അദ്ദേഹം ഹൃദയാഘാതവും വന്നതോടെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് ഇന്ന് സിനിമാ ലോകം. എല്ലാം തീർന്നെന്ന് കരുതിയിടത്തു നിന്നാണ് സംവിധായകനായ ബാലചന്ദ്രകുമാറിന്റെ കടന്നുവരവ്. ചില ഓഡിയോയും പുറത്തു വന്നിരുന്നു. ഇതെല്ലാം കുറ്റം ചെയ്തത് ദിലീപാണെന്ന് ഉറപ്പിക്കുന്നവയല്ല, മറിച്ച് സംശയങ്ങളിലേക്ക് നിർത്തുന്നവയാണ്. എന്നാൽ പൾസർ സുനിയുമായി ദിലീപിന് നല്ല ബന്ധമുണ്ടെന്ന സംശയം സജീവമാക്കുന്നതാണ് ബാലചന്ദ്രകുമാറിന്റെ ഇടപെടൽ. നടി ആക്രമിക്കുന്നതിന് മുമ്പും പിമ്പും ദിലീപിന്റെ വീട്ടിൽ ബാലചന്ദ്രകുമാറിന് നല്ല സ്വാധീനമുണ്ടായിരുന്നു. ദിലീപ് ജാമ്യത്തിലിറങ്ങിയ ശേഷം ആ വീട്ടിൽ നടന്ന പല സംഭാഷണങ്ങളും ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്തിരുന്നുവെന്നാണ് പുറത്തുവരുന്ന ഓഡിയോ തെളിയിക്കുന്നത്. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ദിലീപിനെ നിരീക്ഷിക്കാൻ പോലീസ് ചുമതലപ്പെടുത്തിയ ആളാണോ ബാലചന്ദ്രകുമാർ എന്ന സംശയം ദിലീപിന്റെ ചില അടുപ്പക്കാർക്കുണ്ട്. ഈ കേസ് എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയാതെ ബാലചന്ദ്രകുമാറിനെ പോലൊരാൾ ഇത് റെക്കോർഡ് ചെയ്തതാണ് ഇതിന് പിന്നിലെ സംശയത്തിന് ആക്കം കൂട്ടുന്നത്. ബ്ലാക്ക് മെയിലിംഗിന്റെ സ്വഭാവം ഇതിനുണ്ടോ എന്നതും നിർണായകമാണ്. സംഭാഷണ ശകലങ്ങൾ മാത്രമായിരുന്നു പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തു വന്ന റെക്കോർഡിംഗ് മാത്രം വസ്തുതകൾ തെളിയിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിക് പോക്കറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് ബാലചന്ദ്രകുമാർ ദിലീപുമായി അടുക്കുന്നത്. പിക് പോക്കറ്റിന്റെ കഥാതന്തു ദിലീപിന് ഇഷ്ടപ്പെട്ടിരുന്നു. തിരക്കഥ രചനയ്ക്ക് ദിലീപിന്റെ അളിയന് താല്പര്യം വന്നു. ഇതോടെയാണ് ബാലചന്ദ്രകുമാർ ദിലീപിന്റെ വീട്ടിലെ സ്ഥിരം സാന്നിധ്യമാകുന്നത്. ദിലീപിന്റെ അളിയനും അനുജനുമായി അടുപ്പമുണ്ടാക്കി. ഇത് മനസ്സിലാക്കിയ ആരോ ദിലീപിന്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ ബാലചന്ദ്രകുമാറിനെ നിയോഗിച്ചു എന്ന തരത്തിലാണ് ദിലീപ് ക്യാമ്പിലെ സംശയം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെതിരെ വെളിപ്പെടുത്തലുമായി ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ എത്തുമ്പോൾ ഞെട്ടലായിരുന്നു സിനിമാ ലോകം. സിനിമയിൽ അത്രയേറെ അറിയപ്പെടാത്ത സംവിധായകൻ കൂടിയാണ് ബാലചന്ദ്രകുമാർ. കൗബോയ് എന്ന ചിത്രമായിരുന്നു പുറത്തു വന്നിട്ടുള്ളത്. പിന്നീട് പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല. മോഹൻലാലിനെ നായകനാക്കി സ്പെഷ്യലിസ്റ്റ് എന്ന ചിത്രം 2014 പ്രഖ്യാപിച്ചു. അതും പാളി. പിന്നീടാണ് പിക് പോക്കറ്റ് കഥയുമായി ബാലചന്ദ്രകുമാർ ദിലീപിന്റെ വീട്ടിലെത്തുന്നത്. ദിലീപിന്റെ അളിയന്റെ തിരക്കഥാമോഹം ബാലചന്ദ്രകുമാറിനെ വീട്ടിലെ അടുപ്പക്കാരനാക്കുകയായിരുന്നു. കൗബോയ് എന്ന ചിത്രത്തിൽ ആസിഫ് അലിയായിരുന്നു നായകൻ. അത് സാമ്പത്തിക വിജയം നേടിയില്ല. ഇതിനുശേഷമാണ് മോഹൻലാലിനെ സമീപിക്കുന്നത്. ഇത് പൊളിഞ്ഞതോടെ പിന്നീട് ദിലീപിനടുത്തേക്ക് എത്തി. തിരക്കഥയിൽ മാറ്റങ്ങളോടെ ചെയ്യാമെന്ന് ദിലീപ് സമ്മതിച്ചു. ഇതിനിടെ ദിലീപിന്റെ അളിയന് തിരക്കഥ എഴുതണമെന്ന മോഹവും എത്തി. ബാലചന്ദ്രകുമാറിന്റെ കഥയിൽ സാധ്യതയും കണ്ടു. ഇതോടെ ഈ സിനിമ നിർമ്മിക്കാൻ ദിലീപിന്റെ ഗ്രാൻഡ് പ്രൊഡക്ഷനും തയ്യാറായി. കഥാചർച്ചകൾക്കായി ദിലീപിന്റെ വീട്ടിൽ നിരന്തരം സംവിധായകനെത്തി. അളിയനും അനുജൻ അനൂപുമായി ചർച്ചകൾ നടത്തി. ഇതാണ് പിന്നീട് ദിലീപിന് പുലിവാലായതും. പിന്നീട് ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ദിലീപിന് തലവേദനയായി. കേസിൽ നിർണായക നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ബാലചന്ദ്രകുമാറിന് വൃക്കരോഗം വന്നതും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യ മൊഴിയെടുക്കൽ നടന്നിരുന്നു. ദിലീപിനെതിരെ 51 പേജുള്ള രഹസ്യമൊഴിയായിരുന്നു രേഖപ്പെടുത്തിയത്. ദിലീപിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിൽ ബാലചന്ദ്രകുമാർ ഉന്നയിച്ചത്. ബാലചന്ദ്രകുമാറിനെ 3 തവണ ദിലീപിന്റെ വീട്ടിൽ വെച്ചും ഹോട്ടലിൽ വെച്ചും കണ്ടിട്ടുണ്ടെന്ന് കേസിലെ 1-ാം പ്രതി പൾസർ സുനിയുടെ വെളിപ്പെടുത്തലും ഇതിനിടെ പുറത്തു വന്നിരുന്നു. ദിലീപും പൾസർ സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ഒരു VIP വഴി ദിലീപിന്റെ കയ്യിലെത്തിയെന്നുമായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ പ്രധാന ആരോപണം. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് നടത്തിയ നീക്കങ്ങളുടെ തെളിവുകൾ ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു.